കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിവെച്ച ഉദരരോഗ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ പുനരാരംഭിക്കുകയാണ്. നമസ്കാരം ഡോക്ടർ വർഗീസ്. പ്രധാനപ്പെട്ട ഒരു ദൈനംദിന ഉദരരോഗ പ്രശ്നമാണ് മലബന്ധം, ശോധനക്കുറവ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച്, അതിനുണ്ടാകുന്ന കാരണങ്ങളെക്കുറിച്ച്, അതിനെ സമീപിക്കാനുള്ള ചില പൊതുനിർദ്ദേശങ്ങളെക്കുറിച്ച്. നമ്മുടെ ഭക്ഷണത്തിൽ അന്നജം ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് ദഹിക്കാൻ പറ്റാതെ ഉണ്ടാകുന്ന വസ്തുക്കളാണ് മലമായിട്ട് രൂപാന്തരപ്പെടുന്നത്. അത് ഡയറ്ററി ഫൈബർ. അത് അതിൻ്റെ 50%. ബാക്കി 50% നമ്മുടെ മലത്തിൻ്റെ വെയിറ്റ് ബാക്ടീരിയനെ കൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ്. അപ്പം പകുതി ഫുഡ് വേസ്റ്റും പകുതി ബാക്ടീരിയയാണ്. പക്ഷേ ഇത് ഒരു വ്യക്തി എത്ര മലം പോകുന്നു എന്നുള്ളത് അവരുടെ ഭക്ഷണ രീതിയായിട്ട് ബന്ധപ്പെടും. അവർ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് പച്ചക്കറിയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏകദേശം 250 ഗ്രാം വരെയുള്ള മലം ദിവസം പോകാനുള്ള സാധ്യതയുണ്ട്. അത് 1-2 പ്രാവശ്യമായിട്ട് പോകും. അത് നോർമലാണ്. അതൊരു സോഫ്റ്റായിട്ട് പോകും. അത് പല കുറച്ച് ഷേപ്പിൽ അല്ലെങ്കിൽ കുറച്ച് പേസ്റ്റ് രൂപത്തിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ വ്യക്തിക്ക് നോർമലായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്ന് വ്യത്യാസം വന്നിട്ട് അത് പോകുന്നത് കുറയുകയോ അല്ലെങ്കിൽ പോകുന്നത് കട്ടി കൂടുകയോ ചെയ്യുമ്പോഴാണ് മലശോധന കുറവെന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ആൾക്കാർ ദിവസം 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം പോകുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ സ്ത്രീകൾ ആഴ്ചയിൽ ഒരിക്കലും പുരുഷന്മാർ 6 ദിവസത്തിൽ കൂടുമ്പോഴേ വൈക്കുന്നൊക്കെ പോകുന്നുണ്ടാവുള്ളൂ. പോകുമ്പോൾ തന്നെ അവർ ഇങ്ങനെ വളരെ ചെറിയ ഒരു കല്ല് മാതിരി ഒരു ചെറിയ പീസൊക്കെ പോകുന്ന അത്ര ഉണ്ടാവുള്ളൂ. അത് കാരണം എന്ന് വെച്ചാൽ അവരുടെ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന മാതിരിയുള്ള പച്ചക്കറിയുടെ അംശം അത്ര തന്നെ ഇല്ല. അവർ പ്രിഡോമിനൻ്റ്ലി നോൺ വെജ് അല്ലെങ്കിൽ മുട്ട അല്ലെങ്കിൽ ഇറച്ചി അത് മാത്രം കഴിക്കുകയും വല്ലപ്പോഴെങ്ങാനും ഒരു സലാഡ് കഴിച്ചെങ്കിൽ അങ്ങനെ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ മാതിരി ചോറൊന്നും അത്ര അമിതമായിട്ട് തിന്നുന്ന ആ ടൈപ്പ്. അപ്പം നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ജനതതി ആയതുകൊണ്ട് നമുക്ക് വയറ്റിൽ നിന്ന് പോകുന്നതും അത്യാവശ്യം നന്നായിട്ട് തന്നെ പോകും. അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമുക്ക് തൃപ്തിയാവുള്ളൂ. അതെ അതെ. അപ്പോൾ ശോധന കുറവെന്ന് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം എങ്കിലും പോകുന്നില്ലെങ്കിലോ അല്ലെ വളരെ കട്ടിയായിട്ട് പോകുന്നതിനാണ് ശോധന കുറവെന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാന കാരണം ഭക്ഷണത്തിലെ വെജിറ്റബിൾ ഇൻടേക്ക് കുറയുന്നത് തന്നെയാണ്. അത് ഒന്ന് ഭക്ഷണത്തിൻ്റെ വെജിറ്റബിൾ, രണ്ടാമതാണ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുമ്പോൾ തന്നെ അതിൽ ഇൻഹറൻ്റ്ലി വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടലിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടാവും. രണ്ടാമത്തത് വെള്ളം കുടിക്കുന്നത് കുറയും. ഒരു 1.5 തൊട്ട് 2 ലിറ്റർ മിനിമം ഒരു മനുഷ്യൻ കഴിച്ചിരിക്കണം. കാരണം എന്ന് വെച്ചാൽ വെള്ളം കൂടി കുറയുന്നതോറും വൻകുടലിൽ നിന്ന് വെള്ളം മാക്സിമം വലിച്ചെടുക്കും. കാരണം കിഡ്നിയുടെ പ്രവർത്തനത്തിന് മിനിമം ഇത്രയും വെള്ളം വേണമെന്നുണ്ട്. ശരീരത്തിന് കിഡ്നീനെ സ്പെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം കുടലിൽ നിന്ന് മാക്സിമം വെള്ളം വലിച്ചെടുത്ത് കിഡ്നിക്ക് കൊടുക്കും. അപ്പം വൻകുടലിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കാൻ സ്പെയർ ചെയ്യാനുള്ളൂ. അപ്പം മലം കട്ട പിടിക്കും. അതാണ്. അപ്പോൾ വെജിറ്റബിൾസ് കുറയുകയും പ്രിഡോമിനൻ്റ്ലി നോൺ വെജ് കഴിക്കുകയും വെള്ളം കൂടി കുറയുകയും ചെയ്യും. പിന്നെ മൂന്നാമത്തത് വ്യായാമം. വ്യായാമം തീരെ ഇല്ലാത്തവർക്കും കുടലിൻ്റെ ചലനത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അത് പ്രത്യേകിച്ചിട്ട് നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 1 മണിക്കൂറിലാണ് നമുക്ക് മലശോധന ഉണ്ടാകാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യത. കാരണം നമ്മൾ വൻകുടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാഹനമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം. വാഹനത്തിന് പിന്നെ ഗിയറിലിട്ടാൽ വണ്ടി മുന്നോട്ട് പോകും, നിർത്തണമെങ്കിൽ ബ്രേക്ക് ഓട്ടും, ഇങ്ങനെയാണ്. അപ്പോൾ സാധാരണഗതി നമ്മുടെ വൻകുടലിൽ 24 മണിക്കൂറും ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുക. കുടൽ തുറക്കില്ല, അടഞ്ഞു തന്നെ ഇരിക്കുക. അത് ബ്രേക്ക് ഇട്ട് അതിന് ഉണ്ട് ആക്ച്വലി സെഗ്മെൻറ്റേഷൻ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞ് ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുക. ഇത് ദിവസത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ ഉള്ളൂ ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ആക്സിലറേറ്റർ ഓണായിട്ട് ഇത് ഗിയറിലേക്ക് പോവുള്ളൂ. അപ്പോഴേ ഇത് ചലിക്കുകയുള്ളൂ, വണ്ടി ചലിക്കുന്ന മാതിരി തന്നെ. അപ്പോൾ ഈ ചലനം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള ആദ്യത്തെ 1 മണിക്കൂറിലാണ്. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികളെ അത് ഹാബിറ്റാക്കി എടുക്കണം. കാരണം ചെറിയ കുട്ടികൾക്ക് പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും പോകും. പക്ഷേ അതിൽ നിന്ന് അവർ സോളിഡ് ഫുഡാക്കി കഴിയുമ്പോഴാണ് ശരിക്കുള്ള സോളിഡ് മലം വരാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഒരു 2-3 വയസ്സ് കഴിഞ്ഞ് ഒരു 3 തൊട്ട് 5 വയസ്സിനുള്ള പ്രായത്തിൽ അവർക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കറക്റ്റായിരിക്കണം. അന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ആ തോന്നൽ വരുമ്പോൾ ടോയ്ലറ്റിൽ പോയിരിക്കുക, അത് പോയി കഴിഞ്ഞ് തിരിച്ചു വരിക, അങ്ങനത്തെ ആ ഒരു ഹാബിറ്റ്. കാരണം കറക്റ്റ് ടൈമിൽ ടോയ്ലറ്റിൽ പോകുന്നത് ഈസ് എ ലേൺഡ് ബിഹേവിയർ. കാരണം നമ്മളൊരു ഗ്ലോറിഫൈഡ് മൃഗം തന്നെയാണല്ലോ. അപ്പോൾ മൃഗങ്ങൾക്ക് അങ്ങനെ കൃത്യസമയമൊന്നുമില്ല, ഏത് സമയത്തും പോകാം. അല്ലെ ട്രെയിൻഡ് ഡോഗ്സ് ഒക്കെ ആണെങ്കിലേ കൃത്യസമയത്ത് പോവുള്ളൂ. അപ്പം നമ്മൾ അതിൽ നിന്ന് ഒരു നിശ്ചിത സമയത്തിലേക്ക് നമ്മുടെ മലശോധന കൊണ്ടുവന്നുണ്ടെങ്കിൽ അത് ട്രെയിൻഡാണ്. അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ അഭാവം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഈ മലശോധന പ്രശ്നമുണ്ട്. പ്രത്യേകിച്ചിട്ട് അവർ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ തിക്കും തിരക്കായതുകൊണ്ട് സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്കൂളിൽ ചെല്ലുമ്പോഴായിരിക്കും വയറ്റിൽ നിന്ന് പോകണമെന്നുള്ള തോന്നൽ വരിക.
അപ്പം അവർ സ്കൂളിലൊന്നുമില്ല സൗകര്യമില്ല, അല്ല മറ്റു കുട്ടികൾ കളിയാക്കോ ഒക്കെ പ്രശ്നം കാരണം അവരത് പിടിച്ചു വയ്ക്കുമ്പോൾ വയറുവേദന പിന്നെയും കലശലാവും. പിന്നെ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ അവർക്ക് ആ സെൻസേഷൻ പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനകത്ത് ആ സമയം കൊണ്ട് അതിനകത്ത് വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും, അപ്പോൾ ഡ്രൈ ആവും. അപ്പം ഇതേ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തിട്ട് അവസാനം തീരെ വയറ്റിൽ നിന്ന് പോകാണ്ടായിട്ട് മലം വളരെ കട്ടിയായിട്ട് കല്ല് പോലെ ആയിട്ട് പിന്നെ രക്ഷയില്ലാണ്ട് അത് ഫോഴ്സ് ചെയ്ത് പോകുമ്പോൾ മലദ്വാരത്തിൻ്റെ അറ്റം പൊട്ടും. അങ്ങനെയാണ് ഫിഷർ ഉണ്ടാവുകയും ബ്ലീഡിങ് ഒക്കെ വരികയും ഈ വേദന കൊണ്ട് തന്നെ അവർക്ക് പിറ്റേ ദിവസം പിന്നെയും മലശോധനയ്ക്ക് പ്രശ്നം വരും. ഇത് പോകുമ്പോൾ വേദന എടുക്കുന്നുണ്ട്, അവർ ഇറുക്കി പിടിക്കും. അതെ. ഓക്കെ, അപ്പം മലശോധന കുറവുകൊണ്ട് ഒന്ന് ഫിഷർ വരാം, രണ്ട് ഈ ശോധനയ്ക്ക് പ്രശ്നമുള്ളവർ ടോയ്ലറ്റിൽ പോയിരുന്ന കൂടുതൽ ഫോഴ്സ് ചെലുത്തേണ്ടി വരും, അപ്പോൾ അവർക്ക് പൈൽസ് വരാം. അത് രണ്ട്. മൂന്നാമതായിട്ട് ശോധന കുറവുള്ളവർക്ക് ഡൈവർട്ടിക്കുലർ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രോഗം, അത് പ്രായം കൂടുമ്പോഴേ ഉണ്ടാകുന്നത്, അതിനുള്ള സാധ്യതയും കൂടുതലാണ്. നാലാമതായിട്ട് വെജിറ്റബിൾ ഇൻടേക്ക് കുറവുള്ളവരും മലശോധന കുറവുള്ളവർക്കും വൻകുടലിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ്. പലപ്പോഴും നമ്മൾ മുമ്പിൽ വരുന്ന ഈ മലബന്ധമുള്ള രോഗികളിൽ മറ്റെന്തെങ്കിലും ഗൗരവമുള്ള രോഗം ഉള്ളിലുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സന്ദർഭങ്ങളും കൂടെ ഉണ്ടല്ലോ, എന്ന് പ്രോബ് ചെയ്യണ്ടേ, എക്സ്പ്ലോർ ചെയ്യണ്ടേ, അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? നേരത്തെ സൂചിപ്പിച്ചത് നമ്മൾ ഭക്ഷണമായിട്ടുള്ള വ്യായാമക്കുറവ്, വെള്ളത്തിൻ്റെ കുറവ്. ഓക്കെ, ഇതേ പ്രശ്നം തന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ച ഫങ്ഷണൽ ബൗൾ ഡിസീസ്, കുടലിൻ്റെ ചലനത്തിൻ്റെ അപാകതയായിട്ടും വരാം. അതിനുള്ള പ്രശ്നം, അതിനുള്ള നമ്മളെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അവരുടെ ജനറൽ ഹെൽത്തിന് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ വിധ ഉദരരോഗങ്ങളെല്ലാം ഒരു 45 വയസ്സിന് ശേഷം ആദ്യമായിട്ട് ഒരാൾക്ക് ഉദരസംബന്ധമായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ അത് ഗൗരവത്തോടെ തന്നെ കാണും. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് താങ്കൾ പറഞ്ഞത്. അതെ, 45 വയസ്സിന് ശേഷം ആദ്യമായിട്ട് ഉദരരോഗ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് ഗൗരവമായിട്ട് തന്നെ കണക്കാക്കണം. നേരത്തെ സൂചിപ്പിച്ച വിശപ്പില്ലായ്മ, അതിൻ്റെ കൂടെ ഛർദി, നമ്മൾ നേരത്തെ പറയാത്ത ലക്ഷണങ്ങളാണ്. തീരെ വിശപ്പില്ല, കുറച്ച് കഴിക്കുമ്പോൾ മടുപ്പ്, ഛർദി, ഭക്ഷണം ഇറക്കുമ്പോൾ തടസ്സം, ഇതൊക്കെ വേറെ രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അതേപോലെ തന്നെ ഒരു 45 വയസ്സിന് ശേഷം അതുവരെ മലശോധനയ്ക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് ക്രമേണ വയറ്റിൽ നിന്ന് പോകുന്നതിൻ്റെ അളവ് കുറഞ്ഞു വരിക, അല്ല അതിൻ്റെ വണ്ണം കുറഞ്ഞു വരിക, ചില ദിവസം പോകാതിരിക്കുക, ചില ദിവസം ഇളകി പോവുക, പോകുന്നതിനകത്ത് രക്തം കാണുക, ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് വേറെ രോഗങ്ങളാണ്. അപ്പോൾ ഈ മലബന്ധം എന്നുള്ള വിഷയം പരിഹരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആ ഉദരരോഗ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് നമുക്ക് ചില പൊതു നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തോന്നുന്നു. പ്രത്യേകിച്ചും ആ ഗൗരവമുള്ള രോഗം കൊണ്ട് മലബന്ധം ഉണ്ടാകുന്ന ആളുകളുടെ ആ ഗ്രൂപ്പിനങ്ങ് മാറ്റിവെച്ചാൽ ഈ പൊതുവായിട്ട് നമ്മൾ ചെറുപ്പക്കാരിലും ഈ കൗമാരപ്രായക്കാരിലും കാണുന്ന മലബന്ധത്തെ നമുക്ക് പരിഹരിക്കാനുള്ള ചില പൊതു നിർദ്ദേശങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ ഒരു ഭക്ഷണത്തിന് ഏകദേശം ഒരു കൃത്യതയൊക്കെ വേണം, സമയം. 2, പച്ചക്കറിയുടെ അംശം കൂടുതലായിട്ട് വേണം. അത് നിർബന്ധമായിട്ടും ഇത് കാണുന്ന അമ്മമാരും മറ്റുള്ളവരും തന്നെ കുട്ടികൾക്ക്, അമ്മമാരല്ല അച്ഛന്മാരും നിർബന്ധിക്കണം. പിന്നെ പച്ചക്കറി വേണമെന്ന് അത് നിർബന്ധിക്കണം. ഇപ്പോൾ എൻ്റെ വീട്ടിലും ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അവരെ കൊണ്ടും പച്ചക്കറി തീറ്റിക്കാൻ ഭയങ്കര പ്രയാസമാണ്. കൂടെ നിന്ന് നിർബന്ധിച്ചെങ്കിലേ പറ്റും. ഈ രുചി പ്രശ്നമാണ്. അത് ആ വിധത്തിലേക്ക് നമ്മൾ ഡിഷൊക്കെ ഒന്ന് മാറ്റുക. വേണേൽ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തോ, അല്ല സൂപ്പ് ഉണ്ടാക്കിക്കോ. പക്ഷേ ആ പച്ചക്കറി തിന്ന് ചെറുപ്പത്തിലെ കുട്ടികളെ പരിശീലിപ്പിക്കണം, അത് നിർബന്ധമാണ്. അപ്പം ഭക്ഷണത്തിൽ പച്ചക്കറി നിർബന്ധമായിട്ടും വേണം. പച്ചക്കറി കുറവുള്ള ഭക്ഷണ രീതിയാണെങ്കിൽ സലാഡുകൾ നന്നായിട്ട് കഴിക്കാം. അത് ദിവസവും, അത് ഇന്നലെ കഴിച്ചെന്ന് പറഞ്ഞിട്ടല്ല, അത് ദിവസം വേണം. നമുക്ക് ദിവസം വയറ്റിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആ പ്രക്രിയ ദിവസം തന്നണം. ഫ്രൂട്ട്സ് നന്നായിട്ട് ഉൾപ്പെടുത്തണം. നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുന്നതിന് ഒരു പിശുക്കും കാണിക്കേണ്ട, നന്നായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ വ്യായാമം. നമ്മുടെ ഇപ്പോഴത്തെ ഈ ടെക്നോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടെക്കുകളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊന്നും നേരം കിട്ടുകയില്ല. പലപ്പോഴും രാത്രിയൊക്കെ അവർ ഉണർന്നിരിക്കണം. അപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒക്കെ മൊത്തത്തിൽ അവരുടെ അനാരോഗ്യകരമായിരിക്കും അവരുടെ ഭക്ഷണ രീതിയൊക്കെ തന്നെ. അപ്പോൾ അവർക്ക് കൂടെ കൊടുക്കാൻ പറ്റിയ ചില നിർദ്ദേശങ്ങൾ. IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർ രാത്രി ജോലി ചെയ്യുന്നു, പകൽ മുഴുവൻ കിടന്നുറങ്ങുന്നു. അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്ത് ജങ്ക് ഫുഡേ കിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് വെജിറ്റബിൾസ് ഉള്ള സാധ്യത വളരെ കുറവ്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, അങ്ങനെ മാത്രമുള്ളവർക്ക് ഈ ഡയറ്ററി ഫൈബർ ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതായത് ഡയറ്ററി ഫൈബറായിട്ട് തന്നെ ഫൈബറായിട്ട് കിട്ടും. അത് റിഫൈൻഡ് ആണ്.
അപ്പോൾ ആ റിഫൈൻഡ് ആകുമ്പോൾ അതിന് 1-2 സ്പൂണ് പാലിലോ ഫ്രൂട്ട് ജ്യൂസിലോ കലക്കി കുടിച്ചാലും ഈ ഫൈബർ കിട്ടും. അപ്പോൾ അവരുടെ ഭക്ഷണ രീതി കംപ്ലീറ്റ്ലി ജങ്കും ഇതൊക്കെ ആണെങ്കിൽ പോലും തന്നെ നമുക്ക് ഇവിടെ ഫൈബർ സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഡയറ്ററി ഫൈബർ നമ്മുടെ നാട്ടിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡയറ്ററി ഫൈബർ മരുന്നിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഇസാബ് ഗുൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തി. ആ ഇസാബ് ഗുളിൽ നിന്നാണ് ഒരുവിധം എല്ലാ ശോധനയ്ക്കുള്ള പൊടിമരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പിൽ. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരു പ്രാക്ടീസിങ് ലൈഫിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഉദരരോഗ പ്രശ്നമാണ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇപ്പം പഴയ മാതിരിയല്ല, മുൻകാലത്തെ അപേക്ഷിച്ച് ആളുകൾ കൂടുതൽ തങ്ങളുടെ കരളിനെക്കുറിച്ച് കൂടി കൺസേൺഡ് ആയിട്ട് വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഫാറ്റി ലിവറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു 10-25 വർഷം മുമ്പേ വയറിൻ്റെയൊക്കെ ഒരു സ്കാൻ ചെയ്യുമ്പോൾ വളരെ അപൂർവമായിട്ടാണ് ഈ ഫാറ്റി ലിവർ കണ്ടിരുന്നത്. ഇപ്പോൾ 80% തൊട്ട് 100% വരെയുള്ള സ്കാൻ റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഫാറ്റി ലിവർ ഉണ്ടാവും. അപ്പം ഫാറ്റി ലിവർ സർവ്വസാധാരണമാണ്. അതൊന്നാമത്തെ ഇഷ്യൂ. രണ്ടാമത്തത്, ഈ ഫാറ്റി ലിവർ വന്നുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അത് 3% ആളുകളിൽ ഈ ഫാറ്റി ലിവർ ആ രോഗം മുന്നോട്ട് പോയിട്ട് അത് ഫൈബ്രോസിസും പിന്നെ സിറോസിസിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസ് എത്തും. ആദ്യകാലങ്ങളിൽ ഈ ഫാറ്റി ലിവർ രോഗം മദ്യപാനികൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ രോഗമായിരുന്നു. അതെ. ഇപ്പോഴത്തെ പ്രശ്നം ഇത് മദ്യപിക്കാത്തവർക്കും ഈ രോഗമുണ്ട്. അങ്ങനെയാണ് ഈ രോഗത്തിൻ്റെ ആദ്യകാലത്തെ പേര് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് ഈ കഴിഞ്ഞ കൊല്ലം വരെ ഇത് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ മദ്യപിക്കാത്തവരുടെ രോഗത്തിൻ്റെ പേരിൽ ഒരു നോൺ ആണെങ്കിലും ഒരു ആൽക്കഹോളിക് എന്നുള്ളൊരു വാക്ക് വരുന്നതിലുള്ള പ്രതിഷേധവും മാത്രമല്ല, ഈ രോഗത്തിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലായപ്പോൾ അതൊരു മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു രോഗാവസ്ഥയുടെ ഒരു പ്രതിഫലനമാണെന്ന് കണ്ടുപിടിച്ചതോടുകൂടി ആ രോഗത്തിൻ്റെ പേര് തന്നെ മാറ്റി. ഇപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം അസോസിയേറ്റഡ് സ്റ്റേറ്റോട്ടിക് ലിവർ ഡിസീസ് എന്നാണ് പറയുക. പണ്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് നാഫൽഡ് എന്നുള്ള ഷോർട്ട് ഫോമിൽ അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ മാസൽഡ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫോമിലാണ് അത് അറിയപ്പെടുന്നത്. ഈ മാസൽഡ് എന്ന് പറഞ്ഞ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയപ്പെടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പ്രമേഹം, രക്താതിസമ്മർദ്ദം, രക്തത്തിലെ കൊഴുപ്പിൻ്റെ വർധന, ഇത് 3 ബേസിക് ആയിട്ടുണ്ടാവും. പിന്നെ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും. പിന്നെ അമിതമായ അമിതമായ വണ്ണം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം PCOD. ഇത്രയും അസുഖങ്ങൾ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും 2-3 ഉണ്ടെങ്കിൽ തന്നെ അത് മെറ്റബോളിക് സിൻഡ്രോമായിട്ട് പരിഗണിക്കാം. അത് കൂടാണ്ട് തന്നെ നമുക്ക് വേറെ ടെസ്റ്റൊക്കെ ചെയ്ത് IR എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ടും നമുക്കതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉള്ളവർക്ക്, പ്രത്യേകിച്ചും ഈ ഫാറ്റി ലിവറോ അല്ലെ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ കോമ്പണൻസ് ഉള്ളവർക്ക് ഈ പറഞ്ഞ രോഗങ്ങൾ, അതായത് രക്താതിസമ്മർദ്ദം, പ്രമേഹവും കൊഴുപ്പിൻ്റെ പ്രശ്നങ്ങൾ കൂടാണ്ട് അവർക്ക് ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലാണ്, പക്ഷാഘാത സാധ്യത വളരെ കൂടുതലാണ് മാത്രം. പിന്നെ വിദേശത്തൊക്കെ ഈ രോഗം ഭയങ്കര അമിതമായ വണ്ണം ഉള്ളവർക്കാണ് അവർ കൂടുതൽ കണ്ടിരിക്കുന്നത്. സാധാരണയായിട്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു ചെറിയ പ്രശ്നമല്ല, അത് വലിയ ഭീകര പ്രശ്നമാണ്. ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തൂക്കം നോക്കുമ്പോൾ നമ്മൾ കറക്റ്റായിരിക്കും. നമ്മൾ BMI എടുത്ത് നോക്കുമ്പോൾ, അതായത് തൂക്കവും നമ്മുടെ ഹൈറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷനാണ്, അത് വെച്ച് നോക്കുമ്പോഴും നമ്മുടെ ഏഷ്യൻസിനെല്ലാം കറക്റ്റ്. നമ്മൾ സാങ്കേതികമായിട്ട് നമ്മൾ അമിതവണ്ണമുള്ളവരല്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ കുടവയറാണ് പ്രശ്നം. അത് പ്രത്യേകിച്ച് ഏഷ്യൻസിന് കുടവയർ ഉണ്ടാകാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് കമ്പയർഡ് ടു യൂറോപ്യൻ പോപ്പുലേഷൻ, അമേരിക്കൻ പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾക്ക് പൊതുവിൽ നമ്മുടെ ഹൈറ്റും വെയിറ്റ് വെച്ച് നോക്കുമ്പോഴുള്ള നമ്മുടെ ഇൻഡെക്സ് BMI കറക്റ്റ് ആണെങ്കിലും നമുക്ക് കുടവയറാണ്, അവൻ ട്രങ്കൽ ഒബീസിറ്റി എന്ന് പറയും. അപ്പോൾ ഈ ട്രങ്കൽ ഒബീസിറ്റിയാണ് ഒരു മേജർ പ്രശ്നം. അതായത് സ്ത്രീകൾക്ക് 80 സെൻറ്റിമീറ്റർ ഈ ചുറ്റളവും പുരുഷന്മാർക്ക് 90 സെൻറ്റിമീറ്ററിൽ കൂടുതലുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് തന്നെ കണക്കാക്കണം. അപ്പോൾ അതാണ് ഇപ്പോൾ നാം കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം, വേസ്റ്റ്. അപ്പോൾ അതൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ്. കാരണം ഏകദേശം ഒരു 10-30 വയസ്സ് വരെ നമ്മൾ പിന്നെ ചുറുചുറുക്കോടെയൊക്കെ ഉള്ള ജീവിതമൊക്കെ ആയതുകൊണ്ട് ഈ കുടവയർ വരുന്നതൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ അതിനുശേഷം നമ്മൾ കഴിച്ചിരുന്ന അതേ ഭക്ഷണം കഴിക്കുകയും അതേ സമയത്ത് നമ്മുടെ വ്യായാമം പ്രവൃത്തികളൊക്കെ കുറയുകയും ചെയ്യുമ്പോൾ അത് ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അത് വയറിലാണ് അത് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്ന ശരീരത്തിലെ ഹോർമോണൽ ചേഞ്ചസും ഇൻസുലിൻ ഹോമിയോസ്റ്റേസിലുള്ള വ്യത്യാസങ്ങളും എല്ലാം കൂടി വെച്ചിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം ഈ ഫാറ്റി ലിവറിൽ കുറച്ച് കൊഴുപ്പുണ്ടെന്നുള്ളതല്ല പ്രശ്നം. അത് 3% ആളുകളിൽ അത് അടുത്ത ലെവലിലേക്ക് പോകും.
അപ്പോൾ നമ്മൾ 3% ഉള്ളൂ, 97% ഇതിനൊരു കുഴപ്പം ഇല്ലെന്ന് നമ്മൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെയോ പോപ്പുലേഷൻ ജനസംഖ്യ എടുത്ത് നോക്കണം. അപ്പോൾ ഇതൊരു ഹ്യൂജ് നമ്പറാവും. അതെ അതെ അതെ. നമ്മുടെ ആശുപത്രിക്കൊന്നും താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള നമ്പർ ഓഫ് രോഗികൾക്ക് കരൾ രോഗമായിട്ട് വരും. അപ്പോൾ ഈ 3% ആണെങ്കിൽ പോലും അത് നമ്മൾ നിയന്ത്രിക്കണം. അത് സിറോസിസ് ആയി കഴിഞ്ഞാൽ പിന്നെ സിറോസിസിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും പിന്നീട് ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ, അതായത് കരളിലെ ക്യാൻസർ വരെ വരാനുള്ള സാധ്യതയുണ്ട്. സിറോസിസ് ആയി കഴിഞ്ഞാൽ അയാൾ ഒരു പക്ക രോഗി തന്നെയായി. പിന്നെ അയാൾക്ക് ജോലി ചെയ്യാനുള്ള ആ എല്ലാ പ്രശ്നങ്ങളും അതൊരു അയാളുടെ ജീവിത നിലവാരം തന്നെ, അതായത് ഒരു ക്യാൻസർ രോഗം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് ആ രോഗി ഒരു സ്ഥിരമായിട്ടൊരു രോഗിയായിട്ട് പോവാണ്. പിന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് നോർമലാക്കാൻ പറ്റുന്നില്ല. പറ്റും, കരൾ മാറ്റിവെക്കുക. കരൾ മാറ്റിവെക്കുക എന്ന് പറഞ്ഞത് സാധാരണക്കാരന് താങ്ങാനാവുന്ന ഒരു സംഭവമല്ല. ഒരു 40-45 ലക്ഷം രൂപയെങ്കിലും അതിന് ചിലവ് വരും. ലഭ്യതയും കുറവാണ്. പിന്നെ കിഡ്നി അപേക്ഷിച്ച് ബന്ധുക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും കരൾ ദാനം ചെയ്യണം, ഒരു ഭാഗം ദാനം ചെയ്യണം, അങ്ങനെ ഒരുപാട് റിസ്ക്കുള്ള രോഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. അത് നമ്മൾ നേരത്തെ ഇന്ന് നിരന്തരം നമ്മൾ ഈ സംഭാഷണത്തിൽ പറഞ്ഞ മാതിരി ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം, വ്യായാമവും. അപ്പോൾ അമിതമായ വണ്ണം ഉള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ടത്, എല്ലാവരും ഞാൻ കൊഴുപ്പ് കുറച്ച് മധുരം കുറച്ചു എന്ന് പറയും. പക്ഷേ വണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ അന്നജം കുറയ്ക്കണം. അതെ അതെ. മലയാളികളായ നമ്മളുടെ ഏറ്റവും പ്രധാന ഭക്ഷണം ചോറാണ് അല്ലേ? അരിയാഹാരം കഴിക്കാത്ത മലയാളി ഇല്ലെന്നൊക്കെ പറയും. പക്ഷേ അരിയുടെ അളവ് അല്ല അരിയാഹാരത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കാണ്ട് ഈ കുമ്പ കുറയാൻ പോകുന്നില്ല. അപ്പോൾ അത് നിയന്ത്രിക്കണം. അതിനോടൊപ്പം തന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനത്തെ പോലത്തതും മധുര പലഹാരങ്ങളും മധുരം ഇടുന്നതും എല്ലാം കുറയ്ക്കുക. പക്ഷേ ചിട്ടയായ വ്യായാമം അത് നിർബന്ധമായിട്ട് വേണം. ദിവസം മിനിമം 60 മിനിറ്റുള്ള വ്യായാമം വേണം. അത് എന്ത് ടൈപ്പ് വ്യായാമമാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഭക്ഷണ രീതിയിൽ വിദേശീയരെ അനുകരിക്കുന്നു, അത് ഡ്രസ്സിൻ്റെ രീതിയിൽ അവർ അനുകരിക്കുന്നു, ഫാഷനല്ല അവർ അനുകരിക്കുന്നു. പക്ഷെ ഒരു കാര്യം അവർ ചെയ്യുന്ന നമ്മൾ അനുകരിക്കുന്നില്ല, അവർ വ്യായാമം ദിവസവും കൃത്യമായിട്ട് അവരുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ്. അതൊഴിച്ച് ബാക്കി അവരുടെ മോശമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അനുകരിക്കും. പക്ഷെ നല്ലൊരു കാര്യമുള്ളത് അനുകരിക്കില്ല. അപ്പോൾ അത് വ്യായാമം അത് എനിക്ക് നമ്മൾ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. എനിക്കൊന്ന് കുട്ടികളെയൊക്കെ സ്കൂളിലുള്ളപ്പോൾ തന്നെ ഈ വ്യായാമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ചൈനയിൽ വിയറ്റ്നാമിൽ ഒക്കെ ഒരു ദിവസം ഇതിന് വേണ്ടിയിട്ട് അവർ സ്പോർട്സ് ആക്ടിവിറ്റിക്കും വ്യായാമത്തിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതുപോലെ നമ്മുടെ നാട്ടിലും കരിക്കുലത്തിൽ വ്യായാമത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും വൈകുന്നേരം 1 മണിക്കൂർ അതിനൊക്കെ ചിലവഴിക്കുകയും അത് അങ്ങനത്തെ ഒരു കൾച്ചർ തന്നെ ഡെവലപ്പ് ചെയ്യണം. ഈ ഉദരരോഗ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നേരത്തെ ചർച്ചയിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ചില ബോധ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നതിൽ നിന്നുള്ള വിമുക്തി അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യകരമായ രീതിയിലുള്ള ജീവിതശൈലികൾ സ്വായത്തമാക്കുക എന്നുള്ളതാണ്. അതിൽ വളരെ പരമപ്രധാനമായതാണ് നമ്മുടെ ഭക്ഷണ സംബന്ധമായ ഒരു സാക്ഷരതയും ഭക്ഷണ സംബന്ധമായ ചില അവബോധങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ്. അത് വളരെ അതൊരു മുതിർന്ന കഴിഞ്ഞതിന് ശേഷം നമുക്ക് അസുഖങ്ങൾ വന്നതിന് ശേഷം ഉണ്ടാവേണ്ടതല്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ വഴി കുഞ്ഞുങ്ങളിലൂടെ തന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള അവബോധങ്ങളും ബോധ്യങ്ങളും വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ വളരെ തികച്ചും ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷ്യ സംസ്കൃതിയും അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആരോഗ്യകരമായ ജീവിതശൈലിയും കൂടെ നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, അമിതവണ്ണം പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഉദരരോഗ വിഷയങ്ങളിൽ നിന്നൊക്കെ തീർച്ചയായും നമുക്ക് വിമുക്തി നേടിക്കൊണ്ട് കുറേ കൂടെ ആരോഗ്യകരമായ ഒരു സമൂഹമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്.